ഹരിയാനയുടെ ഹൃദയഭാഗത്തുള്ള സൂരജ്ഗഡ് ജില്ലയിലെ നിശബ്ദവും ദരിദ്രവുമായ ഒരു ഗ്രാമമായിരുന്നു ഗേഡ്ലി. ആ വർഷത്തെ വേനൽക്കാലം ഗേഡ്ലിക്ക് മുൻപെങ്ങും അനുഭവപ്പെട്ടിട്ടില്ലാത്ത വിധം കഠിനവും ദയയില്ലാത്തതുമായിരുന്നു. പാടങ്ങളിലെ മണ്ണ് ജലാംശമില്ലാതെ വിണ്ടുകീറി വലിയ പിളർപ്പുകളായി മാറി. ഗ്രാമത്തിലെ പഴക്കം ചെന്ന കിണറുകളിലെയും കുളങ്ങളിലെയും വെള്ളം വറ്റി വരണ്ട് ഉണങ്ങിപ്പോയി. ആകാശം നീലനിറം തികച്ചും കൈവിട്ട് വെഴുത്തുരുകിലെ ലോഹം പോലെ ഉച്ചവേലിൽ തിളങ്ങി നിന്നു. ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴേക്കും ഗേഡ്ലിയിലെ പുറം ലോകം തികച്ചും നിശ്ചലമായ അവസ്ഥയിലായി. ഉഷ്ണതരംഗത്തിന്റെ ആഘാതത്തിൽ പാടങ്ങളിൽ വിയർപ്പൊഴുക്കുന്ന കർഷകർ പോലും കൃഷിപ്പണികൾ നിർത്തിവെച്ച് ഗ്രാമത്തിലെ വലിയ വേപ്പുമരങ്ങളുടെ തണലിലേക്ക് ഒതുങ്ങിക്കൂടി. പക്ഷികളുടെ കരച്ചിലോ കാറ്റിന്റെ ചെറിയൊരനക്കം പോലുമില്ലാത്ത ആ കഠിനമായ ഉച്ചനേരത്തെ ഭേദിച്ചുകൊണ്ടാണ് ചരൽക്കല്ലുകൾ തെറിപ്പിച്ചുകൊണ്ട് ഒരു സർക്കാർ ജീപ്പ് ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചത്. ആ ജീപ്പിന്റെ പെട്ടെന്നുള്ള വരവ് ഗ്രാമവാസികളിൽ അകാരണമായ ഒരു ഭീതിയും പരിഭ്രാന്തിയും പടർത്തി. വാഹനത്തിന് മുന്നിലെ നീല നിറത്തിലുള്ള ബോർഡും മുകളിൽ കറങ്ങുന്ന മഞ്ഞ വിളക്കും അത് വൈദ്യുതി വകുപ്പിന്റെ ഔദ്യോഗിക വാഹനമാണെന്ന് ഗ്രാമവാസികളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞുണ്ടായിരുന്നു. വിയർപ്പിൽ കുതിർന്ന കാക്കി വസ്ത്രം ധരിച്ച് 3 ജീവനക്കാരും അവർക്ക് നേതൃത്വം നൽകാൻ ജൂനിയർ എഞ്ചിനീയർ വിക്രം മാലിക്കുമായിരുന്നു ആ വാഹനത്തിലുണ്ടായിരുന്നത്. വിക്രം മാലിക്, ആ പേര് വൈദ്യുതി വകുപ്പിൽ കൃത്യനിഷ്ഠയുടെയും യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത കർക്കശ നിലപാടുകളുടെയും പ്രതീകമായിരുന്നു. 30കളിലെ തുടക്കത്തിലെത്തിയ വിക്രമിന്റെ മുഖത്ത് ഉച്ചവെയിലിന്റെ കാഠിന്യത്തേക്കാൾ വലിയ ഗൗരവവും കണിശതയും എപ്പോഴും നിഴലിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കറുത്ത തടിയൻ ഫയലിൽ ആ ഗ്രാമത്തിലെ വൈദ്യുതി കുടിശ്ശികക്കാരുടെ നീണ്ട പട്ടികയുമുണ്ടായിരുന്നു. നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നതിൽ വികാരങ്ങൾക്കോ ദയയ്ക്കോ യാതൊരു സ്ഥാനവുമില്ലെന്ന് വിശ്വസിക്കുന്ന തികച്ചും പ്രായോഗിക ബുദ്ധിയുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി എന്നത് പണം നൽകി വാങ്ങേണ്ട ഒരു സേവനം മാത്രമാണ്. അത് കൃത്യമായി നൽകാൻ കഴിയാത്തവർക്ക് വെളിച്ചം അനുഭവിക്കാൻ യാതൊരു അർഹതയുമില്ലെന്നും അവർ ഇരുട്ടിൽ കഴിയേണ്ടവരാണെന്നും അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിച്ചു. ജീപ്പ് ഗ്രാമത്തിലെ ഓരോ വീടിനു മുന്നിലും നിർത്തി. വിക്രമിന്റെ കർശനമായ നിർദ്ദേശപ്രകാരം ജീവനക്കാർ ഓരോന്നായി വീടുകളിലേക്കുള്ള വൈദ്യുതി കണക്ഷനുകൾ നിഷ്കരുണം വിച്ഛേദിക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ സാധാരണക്കാരായ കർഷകരും പാവപ്പെട്ടവരും വിക്രമിന്റെ മുന്നിൽ കൈകൂപ്പി കാലുപിടിച്ചു കരഞ്ഞു. സാബ്, ഈ സീസണിലെ വിളവെടുപ്പ് കഴിയട്ടെ, ഞങ്ങൾ എങ്ങനെയെങ്കിലും കടം വാങ്ങിയെങ്കിലും പണമടയ്ക്കാം. ഇപ്പോൾ ഈ കഠിന ചൂടിൽ എന്റെ വീടുകളിലെ വെളിച്ചവും ഫാനും കളയരുതേ എന്ന് ചിലർ ദീനമായി അപേക്ഷിച്ചു. എന്നാൽ വിക്രം തന്റെ കയ്യിലുള്ള ഫയലിൽ നിന്ന് കണ്ണെടുക്കാതെ തികച്ചും തണുത്ത സ്വരത്തിൽ പറഞ്ഞു, നോട്ടീസ് നൽകിയിട്ട് മാസങ്ങളായി. സർക്കാർ ഖജനാവിലേക്ക് കൃത്യമായി പണമെത്തണം. നിയമം പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെയാണ്. സാവകാശം നൽകാൻ എനിക്ക് ഔദ്യോഗികമായി അധികാരമില്ല. തർക്കിക്കാൻ വന്നവരോട് കടുത്ത ഭാഷയിൽ സംസാരിക്കാനും അദ്ദേഹം മടിച്ചില്ല. ചിലയിടങ്ങളിൽ ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ കടുത്ത വാക്കേറ്റങ്ങളുണ്ടായെങ്കിലും പോലീസ് സംരക്ഷണത്തിന്റെ ബലത്തിൽ വിക്രം തന്റെ ദൗത്യം നിർദ്ദയം തുടർന്നു. ഗ്രാമത്തിന്റെ തെക്കേ അറ്റത്ത് ജനവാസം വളരെ കുറഞ്ഞ ഇടത്തായിരുന്നു ആ ചെറിയ വീട് സ്ഥിതി ചെയ്തത്. പകുതി മാത്രം പണിതീർന്ന മൺചുവരുകൾക്ക് മുകളിൽ തുരുമ്പു പിടിച്ച ടിൻ ഷീറ്റുകൾ മേഞ്ഞ ആ വീട് ഗേഡ്ലിയിലെ ദാരിദ്ര്യത്തിന്റെ ഒരു നേർചിത്രമായിരുന്നു. മുറ്റത്ത് പടർന്നു നിൽക്കുന്ന വേപ്പുമരം മാത്രമായിരുന്നു ആ പാവപ്പെട്ട വീടിന്റെ ഏക ആശ്വാസം. അവിടെയായിരുന്നു 26-കാരിയായ സാവിത്രി താമസിച്ചിരുന്നത്. 1 വർഷം മുൻപ് നടന്ന ദാരുണമായൊരു വാഹനാപകടം ആ സാവിത്രിയുടെ സന്തോഷം നിറഞ്ഞ ജീവിതത്തിന്റെ താളം പൂർണ്ണമായും തെറ്റിച്ചിരുന്നു. ഭർത്തൃവിന്റെ അപ്രതീക്ഷിത മരണം അവളെ തീർത്തും അനാഥയാക്കി. ഭർത്തൃവീട്ടുകാർ അവളെ ശകുനപ്പിഴയെന്നും നിർഭാഗ്യം കൊണ്ടുവന്നവളെന്നും വിളിച്ച് ക്രൂരമായി അധിക്ഷേപിക്കുകയും വീട്ടിൽ നിന്ന് അകറ്റി നിർത്തി ഒറ്റപ്പെടുത്തുകയും ചെയ്തു. സ്വന്തം മാതാപിതാക്കളുടെ അടുത്തേക്ക് ഒരു ഭാരമായി മടങ്ങാൻ അവളുടെ ആത്മാഭിമാനം അനുവദിച്ചില്ല. അങ്ങനെ ആ ചെറിയ പകുതി പണിതീർന്ന വീട്ടിൽ അവൾ ഏകാന്തതയോടും ദാരിദ്ര്യത്തോടും ദിവസവും മല്ലിട്ട് കഴിഞ്ഞു. പകലന്തിയോളം മറ്റുള്ളവരുടെ പാടങ്ങളിൽ പോയി കഠിനമായി കൂലിപ്പണി ചെയ്താണ് അവൾ തന്റെ വിശപ്പടക്കിയത്. വൈദ്യുതി വകുപ്പിന്റെ ജീപ്പ് സാവിത്രിയുടെ ചെറിയ മുറ്റത്ത് വന്നു നിന്നു. വാഹനത്തിന്റെ ടയറുകൾ ഉയർത്തിയ പൊടിപടലങ്ങൾ അടങ്ങുന്നതിനു മുൻപ് തന്നെ വിക്രം ഗൗരവത്തോടെ താഴെയിറങ്ങി. കയ്യിലുള്ള ഫയൽ മറിച്ചു നോക്കിയ അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു, കണക്ഷൻ നമ്പർ 402, സാവിത്രി. കുടിശ്ശിക 5000 രൂപയോടടുക്കുന്നു. സാവിത്രി സാവധാനം വീട്ടിനു പുറത്തേക്ക് വന്നു. അവളുടെ വസ്ത്രങ്ങൾ പഴകി മുഴിഞ്ഞതായിരുന്നെങ്കിലും മുഖത്ത് ഒരുതരം സ്വാഭാവികമായ അന്തസ്സും ശാന്തിയും പ്രകടമായിരുന്നു.
വിയർപ്പും തളർച്ചയും നിറഞ്ഞ ആ കണ്ണുകൾ വിക്രമിനെ ദീനമായി നോക്കി. അവൾ കൈകൾ കൂപ്പിക്കൊണ്ട് വിനീതമായി പറഞ്ഞു, സാബ്, ഇത്രയും വലിയ തുക ഒറ്റയടിക്ക് നൽകാൻ എന്റെ കയ്യിൽ ഇപ്പോൾ മാർഗമില്ല. ഭർത്താവ് മരിച്ചതിനുശേഷം എന്റെ ജീവിതത്തിലെ എല്ലാം താളം തെറ്റി. എന്നെ തനിച്ചാക്കി എല്ലാവരും പോയി. ഇത്തവണത്തെ പാടത്തെ പണി തീർന്നാൽ കിട്ടുന്ന കൂലിയിൽ നിന്ന് പകുതി ഞാൻ ഉടനെ അടയ്ക്കാം. അതുവരെ എന്റെ വീട്ടിലെ വെളിച്ചം മാത്രം കെടുത്തരുത്. സാവിത്രിയുടെ വാക്കുകളിൽ സത്യസന്ധതയും നിസ്സഹായതയും ഉണ്ടായിരുന്നു. എന്നാൽ വിക്രമിനെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു പരാജയപ്പെട്ട അപേക്ഷ മാത്രമായിരുന്നു. അദ്ദേഹം ചുറ്റും നോക്കി. ആ വീടിന്റെ പരിതാപകരമായ അവസ്ഥ കണ്ടാൽ തന്നെ അവൾക്ക് പണമടയ്ക്കാൻ പെട്ടെന്ന് കഴിയില്ലെന്ന് ആർക്കും ബോധ്യമാകും. എങ്കിലും തന്റെ കർത്തവ്യത്തിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും വ്യതിചലിക്കാൻ വിക്രം തയ്യാറായില്ല. സ്ത്രീ ആയതുകൊണ്ടോ വിധവയായതുകൊണ്ടോ നിയമത്തിൽ ഇളവുകളില്ല. കണക്ഷൻ നിങ്ങളുടെ പേരിലാണ്, ഉത്തരവാദിത്വവും നിങ്ങളുടേതാണ്. നോട്ടീസ് കാലാവധി ഇന്ന് അവസാനിച്ചു. വിക്രം വികാരരഹിതമായി മറുപടി പറഞ്ഞു. സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സാബ്, ഈ ഇരുട്ടത്ത് ഞാൻ എങ്ങനെ കഴിയാനാണ്? പാടത്തുനിന്ന് പണി കഴിഞ്ഞു വരുമ്പോൾ രാത്രിയാകും. ഒരു ചെറിയ ബൾബെങ്കിലും കത്തിക്കാൻ അനുവദിക്കൂ, അവൾ വീണ്ടും അപേക്ഷിച്ചു. പക്ഷെ വിക്രം തന്റെ ജീവനക്കാരന് നിർദ്ദയം സിഗ്നൽ നൽകി. സെക്കൻഡുകൾക്കുള്ളിൽ ജീവനക്കാരൻ മരപ്പോസ്റ്റിൽ കയറി അലൂമിനിയം കമ്പികൾ മുറിച്ചുമാറ്റി. സാവിത്രിയുടെ വീട്ടിനുള്ളിലെ മങ്ങിയ വെളിച്ചം പൂർണ്ണമായും അണഞ്ഞുപോയി. ആ ഉച്ചവെയിലിലും സാവിത്രിയുടെ ലോകം മുഴുവൻ ഇരുണ്ടുപോകുന്നതുപോലെ അവൾക്ക് തോന്നി. കെട്ടിവെച്ച കേബിളുമായി വിക്രം ജീപ്പിലേക്ക് കയറി. സാവിത്രി അവിടെ തന്നെ നിസ്സഹായയായി നിന്നു. അവൾ വിക്രമിനെ ശപിച്ചില്ല, മറിച്ച് നിശബ്ദമായി ആ കാഴ്ച നോക്കി നിന്നു. അവളുടെ ഉള്ളിൽ ആ നിമിഷം ഒരു വലിയ ശൂന്യത പടർന്നു. ഗ്രാമത്തിലെ മറ്റു വീടുകളിൽ വലിയ തർക്കങ്ങൾ നടന്നിരുന്നെങ്കിലും സാവിത്രിയുടെ ഈ നിശബ്ദത വിക്രമിനെ ഒരു നിമിഷം അലോസരപ്പെടുത്തി. എങ്കിലും അത് കാര്യമാക്കാതെ അദ്ദേഹം ഡ്രൈവറോട് വണ്ടിയെടുക്കാൻ പറഞ്ഞു. ജീപ്പ് പൊടിപടലങ്ങൾ ഉയർത്തി അടുത്ത തെരുവിലേക്ക് നീങ്ങി. ഗേഡ്ലിയിലെ ഉച്ചവെയിൽ കൂടുതൽ കഠിനമായിക്കൊണ്ടിരുന്നു. പക്ഷേ സാവിത്രിയുടെ ഉള്ളിൽ തണുത്ത കാറ്റുപോലെ ഭയം അരിച്ചു കയറി. വെളിച്ചമില്ലാത്ത രാത്രികളെ താൻ എങ്ങനെ നേരിടുമെന്ന വേവലാതിയോടെ അവൾ ആ വേപ്പുമരത്തണലിലിരുന്നു. അണഞ്ഞുപോയ ആ വൈദ്യുതി ബന്ധത്തേക്കാൾ വലിയ വെളിച്ചങ്ങളും കൊടുങ്കാറ്റുകളും വരാനിരിക്കുന്ന ദുരിതങ്ങളിലൂടെ തന്റെ ജീവിതത്തിലേക്ക് കയറി വരുമെന്ന് ആ നിമിഷം അവൾ അറിഞ്ഞിരുന്നില്ല. ഗേഡ്ലി ഗ്രാമത്തിനു മുകളിൽ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവളത്തിൽ കടും ചുവപ്പും മഞ്ഞയും കലർന്ന സന്ധ്യാശോഭ വിതറി പതുക്കെ താഴാൻ തുടങ്ങിയിരുന്നു. പകൽ മുഴുവൻ നീണ്ടുനിന്ന കഠിനവും സഹിക്കാനാവാത്തതുമായ ഉഷ്ണത്തിന് അല്പം ശമനം വന്നെങ്കിലും ഗ്രാമത്തിലെ സാമൂഹിക അന്തരീക്ഷം കൂടുതൽ ചൂടുപിടിച്ചും കലുഷിതമായും മാറിയിരുന്നു. ഓരോ വീട്ടുമുറ്റങ്ങളിലും കർഷകരും ചെറുപ്പക്കാരും കൂട്ടം കൂടി നിന്ന് ദേഷ്യത്തോടെ അടക്കം പറയുകയായിരുന്നു. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട വീടുകൾക്ക് മുന്നിൽ മരപ്പോസ്റ്റുകളിൽ നിന്നും അറ്റുവീണ് തൂങ്ങിക്കിടക്കുന്ന അലുമിനിയം കമ്പികൾ ഗ്രാമവാസികളുടെ ആത്മാഭിമാനത്തിനും നിലനിൽപ്പിനുമേറ്റ വലിയ മുറിവുകളായി അവർക്ക് തോന്നി. കാലങ്ങളായി നിശബ്ദമായിരുന്ന ഗേഡ്ലിയിൽ ഒരുതരം പരസ്യമായ പ്രതിഷേധത്തിന്റെ പുകച്ചിൽ വിനാശകരമായ കൊടുങ്കാറ്റായി പടർന്നു തുടങ്ങിയിരുന്നു. അവർക്ക് നമ്മളെപ്പോലെയുള്ള പാവങ്ങളോട് ഒരു തരി കരുണയോ ദയയോ ഇല്ല. ഗ്രാമത്തിലെ മുതിർന്ന ഒരു കർഷകൻ കൈയിലെ ഊന്നുവടി നിലത്തടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ ആൾക്കൂട്ടത്തോടായി പറഞ്ഞു. മാസങ്ങളായി പെയ്യാത്ത മഴയും വരൾച്ചയും കാരണം പാടത്തെ വിളവെടുപ്പ് പൂർണ്ണമായി നശിച്ച കാര്യം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. കുടിശ്ശികയുണ്ടെന്നത് സത്യമാണ്. പക്ഷേ ഈ കഠിനമായ വേനൽക്കാലത്ത് മനുഷ്യരെയും രോഗികളായ പ്രായമായവരെയും പിഞ്ചുകുട്ടികളെയും ഒന്നുപോലെ ഇരുട്ടിലാക്കുന്നത് ക്രൂരതയല്ലേ? ഇതാണോ സർക്കാരിന്റെയും നിയമത്തിന്റെയും നീതി? ഈ ചോദ്യം ഗ്രാമത്തിന്റെ ഓരോ ഇടവഴിയിലും ശക്തമായി പ്രതിധ്വനിച്ചു. വിക്രം മാലിക്കിന്റെ കടുപ്പമേറിയ പെരുമാറ്റവും പാവപ്പെട്ടവരോടുള്ള തണുത്ത പ്രതികരണങ്ങളും നാട്ടുകാരിലെ രോഷം ഇരട്ടിയാക്കിയിരുന്നു. ഉദ്യോഗസ്ഥരുടെ സർക്കാർ ജീപ്പ് ദൂരെ കാണുമ്പോഴേക്കും ആളുകൾ അമർഷത്തോടെ മുഷ്ടി ചുരുട്ടാനും ശാപവാക്കുകൾ പറയാനും തുടങ്ങി. വൈകുന്നേരം 5 മണിയോടെ വിക്രമും അദ്ദേഹത്തിന്റെ സംഘവും ഗ്രാമത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള നിർധനരായ ആളുകൾ താമസിക്കുന്ന കോളനി പ്രദേശത്തേക്ക് പ്രവേശിച്ചു. അവിടുത്തെ സ്ഥിതിഗതികൾ മുൻപ് ഗ്രാമമധ്യത്തിൽ കണ്ടതിനേക്കാൾ കൂടുതൽ വഷളമായിരുന്നു. ബില്ലടയ്ക്കാൻ സാധിക്കാത്ത 50ഓളം വരുന്ന ഗ്രാമവാസികൾ കൈകളിൽ വടികളുമായി സംഘടിച്ച് ജീപ്പിന് മുന്നിൽ നിരനിന്ന് വാഹനം തടഞ്ഞു. വിക്രം തന്റെ കയ്യിലുള്ള കറുത്ത തടിയൻ ഫയലുമായി യാതൊരു ഭയവുമില്ലാതെ ജീപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങി.
പതിവുപോലെ കർക്കശവും വികാരരഹിതവുമായ സ്വരത്തിൽ നിയമങ്ങളും സർക്കാർ ഉത്തരവുകളും ഓർമ്മിപ്പിച്ച് സംസാരിക്കാൻ തുടങ്ങിയ അദ്ദേഹം പക്ഷേ നാട്ടുകാരുടെ കണ്ണുകളിൽ കത്തിയമരുന്ന പകയും നിയന്ത്രണം വിട്ട വലിയ രോഷവും തിരിച്ചറിഞ്ഞില്ല. ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ പെട്ടെന്ന് രൂക്ഷമായ, കേട്ടാൽ അറയ്ക്കുന്ന കടുത്ത വാക്കേട്ടമായി വഴിമാറി. ആ ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവ കർഷകൻ തന്റെ വീട്ടിലെ കടുത്ത സാമ്പത്തിക കഷ്ടപ്പാടുകളും കിടപ്പുരോഗിയായ അമ്മയുടെ ദയനീയ അവസ്ഥയും വിളിച്ചു പറയുന്നതിനിടയിൽ വിക്രമിനോടൊപ്പമുണ്ടായിരുന്ന ഒരു താഴ്ന്ന ജീവനക്കാരൻ അത്യന്തം അധിക്ഷേപകരമായ ഒരു പരാമർശം നടത്തി. കയ്യിൽ കാശില്ലാത്തവനും ബില്ലടയ്ക്കാൻ വകയില്ലാത്തവനും എന്തിനാണ് വൈദ്യുതി എന്ന ആ പരിഹാസ ചോദ്യം ഗ്രാമവാസികളുടെ സഹനപരിധി പൂർണ്ണമായും തെറ്റിച്ചു. പെട്ടെന്ന് ആൾക്കൂട്ടം അക്രമാസക്തരായ ഒരു കൂട്ടം ആളുകളായി മാറുകയായിരുന്നു. ആരോ മുന്നോട്ടാഞ്ഞ് വിക്രമിനെ ശക്തമായി തള്ളി നിലത്തിട്ടു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വില കൂടിയ ഫോണും ഔദ്യോഗിക ഫയലുകളും പിടിച്ചുവാങ്ങി നിലത്തെറിഞ്ഞ് തകർത്തു. ചുറ്റുമുള്ള ജീവനക്കാരെ നാട്ടുകാർ വട്ടമിട്ട് വളഞ്ഞു. കയ്യിൽ കിട്ടിയ വടികളും കല്ലുകളുമായി അവർ ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുത്തു. ഏതാനും ജീവനക്കാർ മാത്രമുള്ള ചെറിയ സംഘത്തിന് രോഷാകുലരായ ഗ്രാമവാസികളെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട വിക്രം ജീവൻ രക്ഷിക്കുക മാത്രമാണ് മുന്നിലുള്ള ഏക മാർഗമെന്ന് തിരിച്ചറിഞ്ഞു. എല്ലാവരും ഓടിക്കോ എന്നുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വിക്രം തൊട്ടടുത്തുള്ള ഇടുങ്ങിയ മൺവഴിയിലേക്ക് പാഞ്ഞു. അദ്ദേഹത്തോടൊപ്പം ഭയന്നു വിറച്ച ഒരു സഹപ്രവർത്തകനും ജീവൻ കൊണ്ട് ഓടി. പിന്നിൽ നിന്ന് ഗ്രാമവാസികളുടെ അട്ടഹാസങ്ങളും ഭീഷണി മുഴക്കങ്ങളും കല്ലെറികളും അവരെ പിന്തുടർന്നു. ഗേഡ്ലിയിലെ അപരിചിതമായ ഇടുങ്ങിയ മൺവഴികളിലൂടെ വിക്രം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി കിതച്ചുകൊണ്ടോടി. ഹൃദയമിടിപ്പ് സ്വന്തം ചെവിയിൽ വലിയ ശബ്ദത്തിൽ മുഴങ്ങുകയായിരുന്നു. വിയർപ്പിലും പൊടിപടലങ്ങളിലും കുതിർന്ന അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്നുപോലും നിശ്ചയമില്ലാതെ ഒരു നിമിഷം പാതയോരത്ത് തിരിഞ്ഞുനിന്നു. അപ്പോഴാണ് ദൂരെ ആ ചെറിയ പകുതി പണിത മൺവീട് കണ്ടത്. ആ വീട്ടിൽ സുരക്ഷിതമായ ഒരിടമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും പിന്നാലെ എത്തുന്ന അക്രമികൾക്ക് മുന്നിൽ പെടാതിരിക്കാൻ ആ നിമിഷം ആ വീട് മാത്രമായിരുന്നു അവർക്ക് മുന്നിലുള്ള ഒരേയൊരു തണൽ. വീടിന്റെ ഓലമേഞ്ഞ മരവാതിൽ പകുതി തുറന്നു കിടക്കുകയായിരുന്നു. സാവിത്രി വീടിനുള്ളിൽ ഒരു ചെറിയ മണ്ണഞ്ഞ വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വാതിൽക്കൽ ഭയപ്പെടുത്തുന്ന വലിയ നിഴൽ വീണത്. വിക്രമും സഹപ്രവർത്തകനും ഭയപ്പെട്ട് അകത്തേക്ക് ഓടിക്കയറി വാതിലടച്ചു. സാവിത്രി കണ്ട കാഴ്ചയിൽ തീർത്തും അമ്പരന്നുപോയി. തന്നോട് ഒരു ദയവും കാണിക്കാതെ വീടിന്റെ വെളിച്ചം കെടുത്താൻ നേതൃത്വം നൽകിയ അതേ ഉദ്യോഗസ്ഥൻ ഇന്ന് തന്റെ മുന്നിൽ ജീവനായി അപേക്ഷിച്ചു നിൽക്കുന്നു. വിക്രമിന്റെ വസ്ത്രങ്ങൾ കീറി അലങ്കോലപ്പെട്ടിരുന്നു. മുഖത്ത് വിയർപ്പും അക്രമികളുടെ ഏറുവീണ ചോരത്തുള്ളികളും പൊടിപടലങ്ങളും കലർന്നിരുന്നു. അദ്ദേഹം ശ്വാസം കിട്ടാതെ കൈകൾ കൂപ്പി വിറച്ച സ്വരത്തിൽ പറഞ്ഞു, "സാവിത്രി, ഞങ്ങളെ രക്ഷിക്കണം. അവർ ഞങ്ങളെ കൊല്ലും. പോലീസിനെ വിളിക്കാൻ നിന്റെ ഫോൺ ഒന്ന് തരുമോ?" സാവിത്രിയുടെ ഉള്ളിൽ ഒരു നിമിഷം ചിന്തകളുടെ വലിയ ഒരു കൊടുങ്കാറ്റ് തന്നെ അടിച്ചുവീശി. തന്റെ കണ്ണുനീർ കണ്ടിട്ടും കുടിശ്ശികയുടെ കണക്ക് മാത്രം പറഞ്ഞ ഇദ്ദേഹത്തെ എന്തിനാണ് താൻ സഹായിക്കേണ്ടത് എന്നൊരു ചിന്ത അവളുടെ മനസ്സിനെ ഒന്ന് പിടിച്ചുലച്ചു. അവൾക്ക് വേണമെങ്കിൽ വാതിൽ തുറന്ന് ആ അക്രമികളെ അകത്തേക്ക് വിളിച്ച് തന്റെ പക വീട്ടാമായിരുന്നു. പക്ഷേ സാവിത്രി എന്ന ഗ്രാമീണ പെൺകുട്ടിയുടെ ഉള്ളിലെ അപാരമായ മനുഷ്യത്വവും ജീവാകാരുണ്യവും ആ പകയേക്കാൾ എത്രയോ വലുതായിരുന്നു. ഒരാപത്ത് വരുമ്പോൾ അക്രമികൾക്ക് ഒരു മനുഷ്യജീവനെ വിട്ടുകൊടുക്കാൻ അവൾക്ക് മനസ്സുവന്നില്ല. മറുത്തൊന്നും പറയാതെ സാവിത്രി വാതിൽ വേഗത്തിലടച്ച് കനത്ത തടിക്കുറ്റിയിട്ടു. പുറത്തെ അക്രമികളുടെ അട്ടഹാസങ്ങളും ചവിട്ടടിയൊച്ചകളും അവരുടെ മുറ്റത്ത് വ്യക്തമായി കേൾക്കാമായിരുന്നു. അവൾ വേഗത്തിൽ തന്റെ പഴയ തടിപ്പെട്ടിയിൽ നിന്ന് ഒരു കുപ്പി വെള്ളമെടുത്ത് അവർക്ക് നേരെ നീട്ടി. വിറയ്ക്കുന്ന കൈകളോടെ വിക്രം ആ വെള്ളം വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. സാവിത്രി തന്റെ പക്കലുണ്ടായിരുന്ന ചെറിയ കീപാഡ് മൊബൈൽ ഫോൺ വിക്രമിനു നേരെ നീട്ടി. "ഇതാ സാബ്, പോലീസിനെ വിളിക്കൂ," അവൾ ശാന്തമായി പറഞ്ഞു. വിക്രം വിറയ്ക്കുന്ന വിരലുകളോടെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് അടിയന്തര സഹായം അഭ്യർത്ഥിച്ചു. ആ ചെറിയ ഇരുണ്ട മുറിക്കുള്ളിൽ വല്ലാതൊരു ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദത പടർന്നു നിന്നു. പുറത്ത് നാട്ടുകാരും അക്രമി സംഘവും ആ വീട്ടിനു ചുറ്റും കല്ലുകളും വടികളുമായി തിരച്ചിൽ നടത്തുകയായിരുന്നു. "അവൻ ഇതിലെ എങ്ങോട്ടോ ആണ് പോയത്, ഇവിടെ എങ്ങാനും കാണും" എന്ന അക്രമികളുടെ സംസാരം കേട്ട് വിക്രം ശ്വാസം അടക്കിപ്പിടിച്ച് ചുവരോട് ചേർന്നു നിന്നു. സാവിത്രി ഇരുട്ടിൽ ജനലരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി അവർക്ക് കാവലായി നിലകൊണ്ടു. താൻ ചെയ്ത ഈ പ്രവൃത്തിക്ക് പിന്നീട് തനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ ഗ്രാമവാസികളുടെ കോപത്തെക്കുറിച്ചോ ആ നിമിഷം അവൾ ചിന്തിച്ചതേയില്ല.
ആ ചെറിയ ഇരുണ്ട മുറിയിലെ മങ്ങിയ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ വിക്രം സാവിത്രിയെ അത്ഭുതത്തോടെയും ബഹുമാനത്തോടെയും നോക്കി. അധികാരത്തിന്റെയോ ഔദ്യോഗിക പദവിയുടെയോ ഗർവമില്ലാത്ത, കേവലം ജീവനു വേണ്ടി ഭയന്നു വിറയ്ക്കുന്ന ഒരു നിസ്സഹായനായ മനുഷ്യനെ മാത്രമേ സാവിത്രിക്ക് അവിടെ കാണാൻ കഴിഞ്ഞതുള്ളൂ. സാവിത്രിയുടെ വീടിനുള്ളിൽ ശ്വാസമടക്കി പിടിച്ചിരുന്ന ആ നിമിഷങ്ങൾ അവർക്ക് യുഗങ്ങൾ പോലെ തോന്നിപ്പിച്ചു. സാവിത്രി നൽകിയ ഫോണിലൂടെ വിക്രം കൺട്രോൾ റൂമിലേക്ക് കൃത്യമായ ലൊക്കേഷൻ വിവരം കൈമാറിയിരുന്നു. അധികം വൈകാതെ ദൂരെ പോലീസിന്റെ ഉറക്കെയുള്ള സൈറൻ ശബ്ദം മുഴങ്ങിക്കേട്ടു. പോലീസ് വാഹനങ്ങളുടെ മഞ്ഞയും നീലയും ലൈറ്റുകൾ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അക്രമി സംഘം ചിതറിയോടി. പോലീസ് സംഘം സാവിത്രിയുടെ മുറ്റത്ത് വണ്ടി നിർത്തി വിക്രമിനെയും സഹപ്രവർത്തകനെയും സുരക്ഷിതമായി ജീപ്പിലേക്ക് കയറ്റി. വലിയ ഒരാശ്വാസത്തിന്റെ നെടുംവീർപ്പോടെ ജീപ്പിലിരുന്ന് വിക്രം സാവിത്രിയെ നോക്കി നന്ദിയോടെ തലകുനിച്ചു. എന്നാൽ പോലീസ് ജീപ്പുകൾ ഗ്രാമം വിട്ട് മടങ്ങിയപ്പോൾ ഗ്രാമവാസികൾക്ക് ഒരു കാര്യം തികച്ചും വ്യക്തമായിരുന്നു. പോലീസിനെ വിളിച്ച് എല്ലാ വിവരങ്ങളും കൈമാറിയതും തങ്ങളെ കുടുക്കിയതും സാവിത്രിയുടെ വീട്ടിൽ നിന്നാണെന്ന്. സ്വന്തം ഗ്രാമത്തിലുള്ളവരെ ഒറ്റക്കൊടുത്ത് പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥരെ രക്ഷിച്ച വഞ്ചകിയായി അവർ സാവിത്രിയെ മുദ്രകുത്തി. ഉച്ചയ്ക്ക് വൈദ്യുതിയും വെളിച്ചവും നഷ്ടപ്പെട്ട സാവിത്രിയുടെ ജീവിതത്തിലേക്ക് ആ രാത്രി വരാനിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ സാമൂഹികമായ ഒറ്റപ്പെടുത്തലിന്റെയും ദുരിതങ്ങളുടെയും കറുത്ത കൊടുങ്കാറ്റാണെന്ന് ഗ്രാമത്തിൽ പടർന്ന ആ പകയും വെറുപ്പും വിളിച്ചോതുകയായിരുന്നു. പോലീസ് വാഹനങ്ങളുടെ സൈറൻ ശബ്ദവും നീലവെളിച്ചവും ഗേഡ്ലി ഗ്രാമത്തിന്റെ വഴികളിൽ നിന്ന് അപ്രത്യക്ഷമായതോടെ ആ രാത്രി അവിടെ വലിയൊരു ചുടുകാറ്റുപോലെ ഭീതിജനകമായ മൗനം പടർന്നുപിടിച്ചു. സാവിത്രിയുടെ ചെറിയ വീടിനുള്ളിൽ ഒരു മെഴുകുതിരി നാളം മാത്രം കാറ്റിലുലഞ്ഞു കത്തുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ മുറിച്ചുമാറ്റിയ അലുമിനിയം വയറുകൾ പുറത്തിരുട്ടിൽ തലകീഴായി തൂങ്ങിക്കിടന്നു. ജനലഴികളിലൂടെ പുറത്തെ വിജനമായ വഴികളിലേക്ക് നോക്കിയ സാവിത്രിക്ക് നെഞ്ചിലൊരു വലിയ കല്ല് കയറ്റിവെച്ചതുപോലുള്ള ധാരം തോന്നി. താൻ ചെയ്തതൊരു വലിയ പാപമാണോ? മരണഭയത്തോടെ ഓടിവന്ന 2 മനുഷ്യർക്ക് കുടിക്കാൻ വെള്ളവും സഹായത്തിനൊരു ഫോണും നൽകിയത് എങ്ങനെയുണ്ടാവും ഒരു കുറ്റകൃത്യമായി മാറുന്നത്? പക്ഷേ ആൾക്കൂട്ടത്തിന്റെ യുക്തികൾക്കും ഗ്രാമീണ നിയമങ്ങൾക്കും മുന്നിൽ നീതിയുടെ അളവുകോലുകൾ തികച്ചും വിഭിന്നമായിരുന്നു. ആ രാത്രിയിൽ തന്നെ ഗേഡ്ലിയിലെ ഓരോ തറവാട്ട് വീടുകളിലും ചായക്കടകളുടെ തിണ്ണകളിലും സാവിത്രിക്കെതിരായ പ്രതികാര ചിന്തകൾ വിനാശകരമായ കാട്ടുതീ പോലെ പടർന്നുപിടിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് തയ്യാറാക്കിയ പ്രാഥമിക എഫ്ഐആറിൽ ഗ്രാമവാസികളായ 50ഓളം പേരെ പ്രതികളാക്കിയിരുന്നു. ആ സംഘർഷത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലാത്ത സാവിത്രി ഉദ്യോഗസ്ഥർക്ക് ഒളിച്ചിരിക്കാൻ ഇടം നൽകുകയും അവർക്ക് മൊബൈൽ ഫോൺ കൈമാറി പോലീസിനെ ഗ്രാമത്തിലേക്ക് വിളിച്ചുവരുത്തുകയും ചെയ്തു എന്ന കുറ്റാരോപണമാണ് നാട്ടുകാർ അവൾക്കുമേൽ ചുമത്തിയത്. സ്വന്തം കൂരയിൽ കഞ്ഞി കുടിച്ചു കഴിയുന്നൊരു പാവപ്പെട്ട സ്ത്രീ ഗ്രാമത്തിലെ പുരുഷന്മാരെ മുഴുവൻ ജയിലിലടയ്ക്കാൻ പോലീസുകാരുമായി ഗൂഢാലോചന നടത്തിയെന്ന കള്ളക്കഥകൾ രാത്രിയിലുടനീളം ഉറക്കമില്ലാതെ പരന്നു. അടുത്ത ദിവസം സൂര്യൻ ഗേഡ്ലിക്ക് മുകളിൽ ഉദിച്ചുയർന്നത് സാവിത്രിയുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ലാത്ത ഒരു കറുത്ത പ്രഭാതമായിട്ടാണ്. പ്രഭാതകൃത്യങ്ങൾക്കായി വീടിനു പുറത്തേക്കിറങ്ങിയ അവളെ കാത്തിരുന്നത് ഗ്രാമവാസികളുടെ ശത്രുത നിറഞ്ഞ കത്തുനിൽക്കുന്ന കണ്ണുകളായിരുന്നു. പൊതുവഴിയിലൂടെ അവൾ നടക്കുമ്പോൾ ആളുകൾ മുഖം തിരിക്കുകയും അവൾ കേൾക്കെ നിന്ദ്യമായ വാക്കുകൾ പുലമ്പുകയും ചെയ്തു. ഉച്ചയോടെ പോലീസിന്റെ 2 വലിയ വാനുകൾ വീണ്ടും ഗ്രാമത്തിലേക്കെത്തുമ്പോൾ അക്രമത്തിൽ പങ്കാളികളായ പല ചെറുപ്പക്കാരും വീടുകൾ പൂട്ടി ഓടി ഒളിച്ചിരുന്നു. പ്രതിപട്ടികയിലുള്ളവരുടെ ബന്ധുക്കളായ സ്ത്രീകളും മുതിർന്നവരും സാവിത്രിയുടെ മുറ്റത്തേക്ക് കൂട്ടമായി പാഞ്ഞെത്തി. നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിച്ച വഞ്ചകി എന്നലറിക്കൊണ്ടാണ് ആൾക്കൂട്ടം അവളുടെ വീടിനു മുന്നിൽ തടിച്ചുകൂടിയത്. പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ സാവിത്രി കൈകൾ കൂപ്പി കരഞ്ഞു പറഞ്ഞു, സാബ്, എന്റെ ഭർത്താവ് മരിച്ചതിൽ ശേഷം ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല. അന്ന് രാത്രി 2 മനുഷ്യർ എന്റെ മുറ്റത്ത് വീണ് കരഞ്ഞപ്പോൾ ഞാൻ എന്റെ കയ്യിലുള്ള ഫോൺ കൊടുത്തു, അത്രമാത്രം. എനിക്ക് അക്രമികളെയും പോലീസിനെയും അറിയില്ല. എന്നാൽ കസ്റ്റഡിയിലെടുത്ത ചെറുപ്പക്കാരുടെ അമ്മമാരുടെയും ഭാര്യമാരുടെയും ആക്രോശങ്ങൾക്ക് മുന്നിൽ ആ പെൺകുട്ടിയുടെ നിസ്സഹായമായ വാക്കുകൾ പൂർണ്ണമായും മുങ്ങിപ്പോയി. ദൈവദിനമുള്ള കുടിവെള്ളത്തിനായി ഗ്രാമത്തിലെ പുതുകിണറ്റിൻകരയിലേക്ക് പോയപ്പോൾ സാവിത്രി നേരിട്ടത് വാക്കുകൾ കൊണ്ടുള്ള അതിക്രൂരമായ ആക്രമണമായിരുന്നു. മറ്റു സ്ത്രീകൾ അവളുടെ കുടമൈ തട്ടിമാറ്റി കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്നതിൽ നിന്ന് അവളെ വിലക്കി. വിധവയായി സ്വന്തം വീട്ടിൽ ഒതുങ്ങിക്കഴിയാതെ പുറത്തുനിന്ന് വന്ന ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഇരിപ്പുറപ്പിച്ചവൾക്ക് ഈ കിണറ്റിലെ വെള്ളത്തിന് അവകാശമില്ല എന്ന് ഗ്രാമത്തിലെ ഒരു മുതിർന്ന സ്ത്രീ ആക്രോശിച്ചു. പെൺകുട്ടിയുടെ ആത്മവിഭാനത്തെ ചോദ്യം ചെയ്യുന്ന ആ വാക്കുകൾ അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കണ്ണീരുമായി ശൂന്യമായ കുടവുമേന്തി അവൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. ഗേഡ്ലിയിൽ തലയുയർത്തി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവൾ തള്ളിയിടപ്പെട്ടു.
എന്നാൽ ഏറ്റവും വലിയ ദുരന്തവും വിശ്വാസവഞ്ചനയും സാവിത്രിയെ കാത്തിരുന്നത് അവളുടെ സ്വന്തം ഭർതൃവീട്ടുകാരിൽ നിന്നായിരുന്നു. ഭർത്താവിന്റെ വേർപാടിനു ശേഷം സാവിത്രി താമസിക്കുന്ന ആ ചെറിയ ഭൂമിയും വീടും തട്ടിയെടുക്കാൻ ഭർത്താവിന്റെ സഹോദരന്മാരും അമ്മായിയമ്മയും പണ്ടേ പദ്ധതിയിട്ടിരുന്നു. ഗ്രാമത്തിൽ സാവിത്രി ഒറ്റപ്പെട്ട ഈ അവസരം അവരൊരു ആയുധമാക്കി മാറ്റി. അന്നു വൈകുന്നേരം അവർ സാവിത്രിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി. അവളുടെ പഴയ തുണികളും വീട്ടുപകരണങ്ങളും മുറ്റത്തേക്കെറിഞ്ഞു. നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യവും പേരും നശിപ്പിച്ച ശകുനപ്പിഴയാണ് നീ എന്ന് അമ്മായിയമ്മ ആക്രോശിച്ചു. സർക്കാർ ഓഫീസർമാരുമായി ബന്ധമുണ്ടാക്കി നാട്ടുകാരെ മുഴുവൻ കേസിൽ കുടുക്കിയ നിന്നെ ഈ വീട്ടിൽ വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല, ഇറങ്ങിപ്പൊടി ഇവിടുന്ന് എന്നാ പാവം പെൺകുട്ടി തടയാൻ ശ്രമിച്ചെങ്കിലും യാതൊരു ദയയുമില്ലാതെ അവർ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി കനത്ത പൂട്ടുകളിട്ടു. സ്വന്തമായി ഉണ്ടായിരുന്ന ഒരേ ഒരു തണലും നഷ്ടപ്പെട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അത്യന്തം അപമാനിതയായി സാവിത്രി ആ മൺവീടിന്റെ പടിയിറങ്ങി. വേറെ വഴിയില്ലാതെ സ്വന്തം നാടായ അയൽഗ്രാമത്തിലെ വൃദ്ധനായ പിതാവിന്റെ ദരിദ്രമായ കൊച്ചുകുടിലിലേക്ക് അവൾക്ക് മടങ്ങിവേണ്ടി വന്നു. സന്തോഷത്തോടെ ഭർതൃഗൃഹത്തിലേക്ക് പടിയേറിയ മകൾ ഒരു കുറ്റവാളിയെപ്പോലെ തകർന്ന് തരിപ്പണമായി മടങ്ങിയെത്തിയത് കണ്ടപ്പോൾ ആ പിതാവിന്റെ ഉള്ളം പിടഞ്ഞു. മകളുടെ നിരപരാധിത്വം അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചുവെങ്കിലും പുറത്തെ ലോകം അവൾക്കായി വലിയൊരു ചതിക്കുഴി ഒരുക്കിവെച്ചിരുന്നു. കേസ് വിചാരണഘട്ടത്തിലേക്ക് കടന്നപ്പോൾ പോലീസ് എഫ്ഐആറിൽ സാവിത്രിയുടെ പേരും ഉൾപ്പെടുത്താൻ ഗ്രാമത്തിലെ ചില പ്രാദേശിക രാഷ്ട്രീയക്കാർ സ്വാധീനം ചെലുത്തി. ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഗ്രാമവാസികളെ പ്രകോപിപ്പിക്കുകയും പിന്നീട് സ്വന്തം ലാഭത്തിനായി ഉദ്യോഗസ്ഥർക്ക് ഒളിക്കാൻ സൗകര്യം ചെയ്തു നൽകുകയും ചെയ്തു എന്ന അതിവിചിത്രമായ ആരോപണമാണ് അവളുടെ മേൽ ചുമത്തിയത്. നിയമത്തിന്റെ നൂലാമാലകളെക്കുറിച്ചോ വകുപ്പുകളെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാത്ത ആ പാവം പെൺകുട്ടിക്ക് താൻ എങ്ങനെയാണ് ഈ വലിയ ചതിയിൽപ്പെട്ടതെന്ന് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്നു. പോലീസ് സ്റ്റേഷനിലെ മരവിപ്പിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ദിവസവും ചോദ്യം ചെയ്യലിനായി കയറിയിറങ്ങേണ്ടി വന്നപ്പോൾ അവൾ വിറച്ചുപോയി. മകളുടെ പേര് കേസുകളിൽ നിന്നൊഴിവാക്കാനും അവൾക്കൊരു അഭ്യാസകനെ ഏർപ്പാടാക്കാനും വേണ്ടി ആ വൃദ്ധനായ പിതാവ് തന്റെ ആയുഷ്കാലത്തെ മുഴുവൻ സമ്പാദ്യവും പണയം വെച്ചു. എന്നിട്ടും നീതിയുടെ വാതിലുകൾ അവൾക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു കിടന്നു. ഇതിനിടയിലാണ് സാവിത്രിയെ തീർത്തും ആത്മഹത്യാ മുനമ്പിലേക്ക് തള്ളിയിട്ട ആ ക്രൂരമായ വാർത്ത പരന്നത്. താൻ ജീവൻ പണയം വെച്ച ആക്രമികളിൽ നിന്ന് രക്ഷിച്ച ജൂനിയർ എഞ്ചിനീയർ വിക്രം മാലിക് സംഭവത്തിന് തൊട്ടുപിന്നാലെ വകുപ്പിലെ സ്വാധീനം ഉപയോഗിച്ച് മറ്റൊരു ദൂരദേശത്തെ ജില്ലയിലേക്ക് സ്ഥലം മാറിപ്പോയിരിക്കുന്നു എന്ന്. താൻ ആപത്തിൽപ്പെട്ടപ്പോൾ ആ ഉദ്യോഗസ്ഥൻ സത്യം പറയാൻ കോടതിയിലെത്തും, തന്നെ ഈ വലിയ കെണിയിൽ നിന്ന് രക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന സാവിത്രിയുടെ അവസാന പ്രതീക്ഷയും ആ വാർത്തയോടെ അണഞ്ഞു. ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോൾ സാവിത്രി തന്റെ പിതാവിന്റെ ഗ്രാമത്തിലെ പാടങ്ങളിൽ കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി. എന്നാൽ അവിടെയും പരിഹാസത്തിന്റെയും സംശയത്തിന്റെയും ശരങ്ങൾ അവൾക്കു നേരെ പാഞ്ഞുവന്നു. പോലീസിന്റെ ചാരപ്പണി ചെയ്തു കുടുംബങ്ങൾ നശിപ്പിച്ചവൾക്ക് ഇവിടെ പണിയില്ല എന്നു കൂടെയുള്ള തൊഴിലാളികൾ പരോക്ഷമായി പറഞ്ഞു. തലകുനിച്ച് നടക്കാനും ആളുകളുടെ കണ്ണിൽപ്പെടാതെ ഒഴിഞ്ഞുമാറാനും അവൾ നിർബന്ധിതയായി. പാടത്തെ കഠിനമായ വെയിലിൽ ജോലി ചെയ്യുമ്പോഴും അവളുടെ മനസ്സ് കോടതിയിലെ അടുത്ത അവധിയെക്കുറിച്ചുള്ള ആധിയിലായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. കേസ് നടക്കുമ്പോഴൊക്കെ കിലോമീറ്ററുകൾ ദൂരം നടന്നുപോകുന്ന സാവിത്രിയെയും പിതാവിനെയും നാട്ടുകാർ കൊഞ്ഞനം കുപ്പിക്കാണിച്ചു. സഹായിച്ചതിന്റെ പേരിൽ ജീവിതം മുഴുവൻ കളങ്കപ്പെട്ടുപോയ ഒരു പാവം സ്ത്രീയുടെ നിശബ്ദ വിലാപം കേൾക്കാൻ ആ ഗ്രാമത്തിലോ നിയമവ്യവസ്ഥയിലോ അന്നാരുമുണ്ടായിരുന്നില്ല. താൻ ചെയ്ത വലിയ തെറ്റ് ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നതു മാത്രമാണല്ലോ എന്നോർത്ത് രാത്രികളിൽ ആ ഇരുണ്ട മുറിയിലിരുന്ന് സാവിത്രി വിതുമ്പിക്കരഞ്ഞു. ഗേഡ്ലിയിലെ ദുരന്തപൂർണമായ ആ സംഭവത്തിനു ശേഷം 4 നീണ്ട മാസങ്ങൾ കടന്നുപോയെങ്കിലും സാവിത്രിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ വീണുപോയ കറുത്ത നിഴലുകൾക്ക് അല്പം പോലും ശമനമുണ്ടായിരുന്നില്ല. ഹരിയാനയിലെ വരണ്ട ഗ്രാമങ്ങളിൽ നിന്ന് വേനലിന്റെ ദയയില്ലാത്ത ഉഷ്ണവും സഹിക്കാനാവാത്ത ചൂടും സാവധാനം വിടവാങ്ങിയിരുന്നു. ആകാശത്ത് കറുത്തുരുണ്ട മേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന തണുത്ത മഴക്കാലം ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേർന്നു. എന്നാൽ സാവിത്രിയും അവളുടെ വൃദ്ധനായ പിതാവും കഴിയുന്ന ആ ചെറിയ കൊച്ചുകുടിലിൽ ആദി നിറഞ്ഞ അന്തരീക്ഷവും അജ്ഞാതമായ ഭയവും മാത്രമായിരുന്നു ദിവസവും നിലനിന്നിരുന്നത്. കേസിന്റെ തുടർ നടപടികൾക്കായും പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾക്കായും കിലോമീറ്ററുകൾ അകലെയുള്ള സൂരജ്ഗഡ് കോടതി സമുച്ചയത്തിലേക്ക് ദിവസവും കയറിയിറങ്ങി ആ വൃദ്ധനായ പിതാവിന്റെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും തകർന്നുപോയിരുന്നു. പ്രാദേശിക പലിശക്കാരിൽ നിന്നും അയൽക്കാരിൽ നിന്നും കടം വാങ്ങിയ ചെറിയ തുകകൾ കൃത്യസമയത്ത് മടക്കി നൽകാൻ സാധിക്കാത്തതിനെ തുടർന്ന് കടക്കാർ അവരുടെ കുടിലിനു മുന്നിൽ വന്ന് പരസ്യമായി ആക്രോശിക്കുന്നതും ബഹളം വയ്ക്കുന്നതും ഒരു പതിവ് കാഴ്ചയായി മാറി. സാവിത്രിക്ക് സ്വന്തം ഗ്രാമത്തിൽ പോയി എന്തെങ്കിലും ചെറിയ കൂലിപ്പണി ചെയ്ത് ജീവിക്കാനുള്ള സാധ്യതകളും പൂർണ്ണമായി അടഞ്ഞുപോയിരുന്നു. പോലീസിന്റെ കേസിൽ കുടുങ്ങിയ പെൺകുട്ടി എന്ന ദുരനുഭവവും അപഖ്യാതിയും ഗ്രാമത്തിലെ എല്ലാ വാതിലുകളും അവൾക്ക് മുന്നിൽ നിർദ്ദയം കൊട്ടിയടച്ചു.
അതേസമയം ഗേഡിയിൽ നടന്ന അക്രമസംഭവങ്ങൾക്കും അത് സൃഷ്ടിച്ച വൻ വിവാദങ്ങൾക്കും ശേഷം അയൽ ജില്ലയായ പാനിപ്പത്തിലെ ഡിവിഷണൽ ഓഫീസിലേക്ക് സാങ്കേതികമായി സ്ഥലം മാറിപ്പോയ ജൂനിയർ എഞ്ചിനീയർ വിക്രം മാലിക്കിന്റെ ഉള്ളിൽ യാതൊരുവിധ ശാന്തിയോ സമാധാനവും ഉണ്ടായിരുന്നില്ല. സ്വന്തം ഔദ്യോഗിക സുരക്ഷിതത്വത്തിനും വകുപ്പുതല നടപടികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമായി ആ സ്ഥലം വിട്ടുപോയെങ്കിലും അന്നത്തെ ആ ഭീതിജനകമായ സന്ധ്യയിലെ കാഴ്ചകളും അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ ഉറക്കം ദിവസവും കെടുത്തിക്കൊണ്ടിരുന്നു. കയ്യിൽ കുറുവടിയും മൂർച്ചയുള്ള കല്ലുകളുമായി സ്വന്തം ജീവനെടുക്കാൻ രോഷത്തോടെ പാഞ്ഞെടുത്ത ഗ്രാമീണരായ അക്രമികൾ തങ്ങളെ സുരക്ഷിതമായി വീട്ടിനുള്ളിലേക്ക് കയറ്റി നിർത്തി പുറത്തുനിന്നും വാതിലടച്ച ആ ശാന്തയായ സാവിത്രി, വിറയ്ക്കുന്ന കൈകളോടെ കുടിക്കാൻ തന്ന ജലപാത്രം, പോലീസിനെ വിളിക്കാൻ യാതൊരു മടിയുമില്ലാതെ മുന്നിലേക്ക് നീട്ടിയ അവളുടെ ചെറിയ കീപാഡ് മൊബൈൽ ഫോൺ, ആ ദൃശ്യങ്ങൾ വിക്രമിന്റെ മനസ്സിന്റെ താളങ്ങളിൽ മായാതെ കനൽ പോലെ കിടന്നു പുകഞ്ഞു. താൻ തന്റെ ഔദ്യോഗിക കർത്തവ്യം തികച്ചും നിർദ്ദയം നിർവഹിച്ചപ്പോൾ നിയമത്തിന്റെയും വൈദ്യുതി കുടിശ്ശികയുടെയും വരണ്ട കണക്കുകൾ മാത്രം മുന്നിൽ നിരത്തി ആ പാവം പെൺകുട്ടിയെ വെളിച്ചമില്ലാത്ത ഇരുട്ടിലേക്ക് തള്ളിവിട്ടപ്പോൾ ആ പെൺകുട്ടി പകരമായി തന്നോട് കാണിച്ചത് അളക്കാനാവാത്ത വലിയ മനുഷ്യത്വമായിരുന്നു. പക്ഷേ ആ അപാരമായ നന്മയ്ക്ക് അവൾക്ക് വാസ്തവത്തിൽ ലഭിച്ച സമ്മാനമെന്തായിരുന്നു? സ്വന്തം ഭർത്തൃവീട്ടിൽ നിന്ന് ക്രൂരമായി ഇറക്കിവിടപ്പെടൽ, സ്വന്തം ഗ്രാമക്കാരുടെ ദയയില്ലാത്ത ഒറ്റപ്പെടുത്തൽ, ഒടുവിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുകയും അക്രമികൾക്ക് അഭയം നൽകുകയും ചെയ്തു എന്ന കള്ളക്കേസിലെ പ്രധാന പ്രതിസ്ഥാനം. ദിനപത്രങ്ങളിൽ വന്ന പ്രാദേശിക വാർത്തകളിലൂടെയും പോലീസിന്റെ സമൻസുകളിലൂടെയുമാണ് സാവിത്രിയും അവളുടെ വൃദ്ധനായ പിതാവും നിലവിൽ അഭിമുഖീകരിക്കുന്ന ദാരുണമായ അവസ്ഥയെക്കുറിച്ച് വിക്രം വൈകിയാണെങ്കിലും വ്യക്തമായി അറിഞ്ഞത്. താൻ കാരണം, തന്റെ തണുത്ത നിലപാടുകൾ കാരണം ഒരു നിരപരാധിയായ പെൺകുട്ടിയുടെയും അവളുടെ വൃദ്ധനായ പിതാവിന്റെയും ജീവിതം പൂർണ്ണമായും തകർന്നു തരിപ്പണമായി എന്ന ക്രൂരമായ സത്യം അദ്ദേഹത്തിന്റെ മനസാക്ഷിയെ ശക്തമായി ഉണർത്തി. തികച്ചും പ്രായോഗിക ബുദ്ധിയോടെ മാത്രം ലോകത്തെയും നിയമങ്ങളെയും കണ്ടിരുന്ന വിക്രം മാലിക്കിലെ കർക്കശനായ ഉദ്യോഗസ്ഥൻ അവിടെ പൂർണ്ണമായി തോറ്റുപോവുകയും അദ്ദേഹത്തിന്റെ ഉള്ളിലെ മനുഷ്യത്വം മരവിപ്പുമാറി ഉണരുകയും ചെയ്തു. പാനിപ്പത്തിലെ സ്വന്തം ഓഫീസിലിരുന്ന് കനത്ത മഴ പെയ്യുന്ന ആ രാത്രിയിൽ വിക്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു തീരുമാനമെടുത്തു. കേവലം ഔദ്യോഗിക സ്ഥാനമാനങ്ങളും പ്രമോഷനും സംരക്ഷിക്കാനായി മൗനം പാലിക്കുന്നത് വരാനിരിക്കുന്ന തലമുറകളോടും സ്വന്തം ആത്മാവിനോടും ചെയ്യുന്ന വലിയൊരു ദ്രോഹവും നീതികേടുമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ അദ്ദേഹം ജോലിയിൽ നിന്ന് ലീവെടുത്ത് സൂരജ്ഗഡ് ജില്ലാ സെഷൻസ് കോടതിയുടെ കോമ്പൗണ്ടിലേക്ക് തിരിച്ചെത്തി. അന്ന് സാവിത്രിയുടെ കേസ് പ്രാഥമിക വിചാരണയ്ക്കും കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനുമായി കോടതിയിൽ എടുക്കുന്ന പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. കോടതി സമുച്ചയത്തിന്റെ കോൺക്രീറ്റ് ഇടനളികളിലെ തണുത്ത ബെഞ്ചിൽ ഭയത്തോടും അനിശ്ചിതത്വത്തോടും ഇരിക്കുകയായിരുന്ന സാവിത്രിയും അവളുടെ വയസ്സനായ പിതാവുമാണ് പെട്ടെന്ന് തങ്ങൾക്ക് മുന്നിൽ വന്ന് മൗനമായി നിന്ന ആ ഉയർന്ന രൂപത്തെ കണ്ടത്. ഗൗരവം നിറഞ്ഞ മുഖവും വെളുത്ത ഷർട്ടും കറുത്ത പാൻഡസും ധരിച്ച ജൂനിയർ എഞ്ചിനീയർ വിക്രം മാലിക്. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ സാവിത്രിയുടെ ഉള്ളിൽ ഭയവും ഒപ്പം സഹിക്കാനാവാത്ത ദേഷ്യവും ഒരുപോലെ ഇരച്ചുകയറി. തങ്ങളെ ഈ വലിയ അടിയൊഴുക്കിലാക്കി സുരക്ഷിതമായി സ്ഥലം മാറിപ്പോയ ആ വലിയ ഉദ്യോഗസ്ഥൻ വീണ്ടും തങ്ങളെ എന്തെങ്കിലും കുറ്റപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ വന്നതാണോ എന്ന് ആ വൃദ്ധനായ പിതാവ് അത്യന്തം സംശയിച്ചു. പക്ഷേ സാവിത്രിയെയും പിതാവിനെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിക്രം അവരുടെ അടുത്തേക്ക് ചെന്ന് വിനയീതനായി തലകുനിഞ്ഞു നിന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം അപാരമായ കുറ്റബോധത്താൽ വിറയ്ക്കുകയായിരുന്നു. സാവിത്രി, എന്നോട് ക്ഷമിക്കണം. ഞാനിവിടെ എത്താൻ വല്ലാതെ വൈകിപ്പോയെന്നറിയാം. പക്ഷെ നിന്നെ ഈ കേസിന്റെ കെണിയിൽ തനിച്ചൊളിക്കാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിച്ചില്ല. അന്ന് നിങ്ങൾ ചെയ്ത വലിയ നന്മയ്ക്കു പകരം ഞാൻ നിങ്ങളെ നരകത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. ഇന്നീ കോടതിയിൽ വെച്ച് യഥാർത്ഥ സത്യം എന്താണെന്ന് ലോകം മുഴുവൻ അറിയും. അതിനായിട്ടാണ് ഞാൻ എന്റെ ജോലിയും സ്ഥാനവും പണയം വെച്ച് ഇവിടെ വന്നിരിക്കുന്നത്. സാവിത്രി വിശ്വസിക്കാൻ കഴിയാതെ വിധം വിഭ്രമത്തോടെ ആ ഉദ്യോഗസ്ഥനെ നോക്കി നിന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കേവലം ഔദ്യോഗിക ഗർവമോ പ്രകടനപരത്വമോ ആയിരുന്നില്ല, മറിച്ച് തന്റെ പഴയ തെറ്റു തിരുത്താനുള്ള ആത്മാർത്ഥമായ പ്രായശ്ചിത്തത്തിന്റെ സ്വരമായിരുന്നു പ്രകടമായിരുന്നത്. കോടതി നടപടികൾ വിചാരണ മുറിയിൽ ആരംഭിച്ചപ്പോൾ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ ഗ്രാമവാസികളായ മറ്റു പ്രതികളുടെ വക്കീലന്മാരുമായി ചേർന്ന് സാവിത്രിയെ കേസിന്റെ പ്രധാന ഗൂഢാലോചകയായി ചിത്രീകരിക്കാൻ വൻ ശ്രമങ്ങൾ നടത്തി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ഗ്രാമത്തിൽ ലഹളയുണ്ടാക്കാൻ സാവിത്രിയാണ് പശ്ചാത്തലമൊരുക്കിയതെന്നും സർക്കാർ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ കല്ലുകളുമായി കാത്തുനിന്ന അക്രമികൾക്ക് അവൾ മുൻകൂർ വീട്ടിനുള്ളിൽ താവളമൊരുക്കി നൽകിയതെന്നുമുള്ള അതിവിചിത്രമായ കള്ളവാദങ്ങൾ അഭിഭാഷകൻ കോടതിയിൽ നിരത്തി. എന്നാൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാവിത്രിക്ക് പകരം പ്രോസിക്യൂഷൻ സാക്ഷിയായി സാക്ഷിക്കൂട്ടിൽ കയറിയ ജൂനിയർ എഞ്ചിനീയർ വിക്രം മാലിക് സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ കോടതി മുറിയിലുണ്ടായിരുന്ന എല്ലാവരും ഒരുപോലെ അത്ഭുതപ്പെട്ടു. ബഹുമാനപ്പെട്ട ജഡ്ജി,
പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലെ വാദങ്ങൾ തികച്ചും വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. സംഭവ ദിവസം രോഷാകുലരായ ഗ്രാമീണരുടെ വലിയ ഒരാൾക്കൂട്ടം ഞങ്ങളെ കൊലവിളിയോടെ ആക്രമിച്ചപ്പോൾ ജീവൻ രക്ഷിക്കാനായി ഞങ്ങൾ ഭയന്നോടി ചെറുതായി കയറിയത് സാവിത്രിയുടെ വീട്ടിലേക്കാണ്. അന്നുച്ചയ്ക്ക് യാതൊരു ദയയുമില്ലാതെ അവരുടെ വീട്ടിന്റെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച നിർദ്ദയനായ ഉദ്യോഗസ്ഥൻ ഞാൻ തന്നെയായിരുന്നു. എന്നിട്ടും സ്വന്തം ജീവനും സുരക്ഷിതത്വവും പണയം വെച്ച് അക്രമികളിൽ നിന്ന് ഞങ്ങളെ വീട്ടിനുള്ളിൽ ഒളിപ്പിച്ചു നിർത്തുകയും അവളുടെ സ്വന്തം ഫോണിൽ നിന്ന് പോലീസിനെ വിളിച്ച് ഞങ്ങൾക്ക് ജീവനും സുരക്ഷയും ഉറപ്പാക്കുകയും ചെയ്തത് ഈ പാവം പെൺകുട്ടിയാണ്. അവൾ ഈ അക്രമങ്ങളിൽ പങ്കാളിയല്ല എന്നു മാത്രമല്ല, ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന്റെ പ്രത്യാഘാതമായിട്ടാണ് ഇന്നവൾ സമൂഹത്തിന്റെ ഈ ഒറ്റപ്പെടുത്തലും അനാവശ്യമായ വ്യാജ ആരോപണങ്ങളും അനുഭവിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് പൂർണ്ണ ഉത്തരവാദി എന്റെ കണിശതയും ഔദ്യോഗിക പദവിയുടെ അഹങ്കാരവും മാത്രമാണ്. ഒരു ഉയർന്ന സർക്കാർ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ തന്റെ സ്വന്തം ജോലിയുടെ സുരക്ഷിതത്വവും വകുപ്പുതല നടപടികളും വകവയ്ക്കാതെ ഒരു പാവപ്പെട്ട ഗ്രാമീണ പെൺകുട്ടിക്ക് വേണ്ടി കോടതി മുറിയിൽ കയറി നടത്തിയത് വലിയ ഒരു വെളിപ്പെടുത്തലായിരുന്നു. പോലീസിന്റെ എഫ്ഐആറിലെ കള്ളത്തരങ്ങളും പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദങ്ങളും വിക്രം കോടതിക്ക് മുന്നിൽ തെളിവുകൾ സഹിതം തുറന്നുകാട്ടി. അന്ന് പോലീസിനെ വിളിക്കാൻ സാവിത്രി നൽകിയ ഫോണിന്റെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡുകളും താൻ തയ്യാറാക്കിയ ഔദ്യോഗിക സത്യവാങ്മൂലവും അദ്ദേഹം ജഡ്ജിക്ക് നേരിട്ട് കൈമാറി. കാമ്പുള്ള വാദപ്രതിവാദങ്ങൾക്കും തെളിവ് പരിശോധനകൾക്കുമിടയിൽ കേസ് പരിഗണിച്ച ജഡ്ജി തന്റെ ചരിത്രപരമായ വിധി പ്രസംഗിച്ചു. സാവിത്രിയുടെ മേൽ പോലീസ് ചുമത്തിയിരുന്ന എല്ലാ വ്യാജകുറ്റങ്ങളും കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അവരെ തികച്ചും നിരപരാധിയായി പ്രഖ്യാപിക്കാനും കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ദയനീയമായ നീക്കങ്ങളെയും നിരുത്തരവാദപരമായ സമീപനത്തെയും കടുപ്പത്തിൽ വിമർശിക്കാനും ജഡ്ജി മടിച്ചില്ല. കൂടാതെ ഒരു നിസ്സഹായയായ സ്ത്രീയെ അനാവശ്യമായി കേസിൽ കുടുക്കി മാസം തോറും കോടതി കയറ്റി പീഡിപ്പിച്ചതിന് ബന്ധപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് നേരിട്ട് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു. കോടതി മുറിക്ക് പുറത്തേക്കിറങ്ങിയപ്പോൾ സാവിത്രിയുടെ കണ്ണുകളിൽ നിന്ന് നീണ്ട മാസങ്ങൾക്ക് ശേഷം ആശ്വാസത്തിന്റെ ആനന്ദ കണ്ണുനീർ തടസ്സമില്ലാതെ ഒഴുകിയിറങ്ങി. മാസങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന കനത്ത അപമാനവും ഭയവും വിങ്ങിപ്പൊട്ടലായി പുറത്തുവന്നു. വിക്രം മാലിക് അവൾക്ക് മുന്നിൽ നീണ്ടും കൈകൂപ്പി നിന്നു. സാവിത്രി, അന്നുച്ചയ്ക്ക് ഞാൻ തടസ്സപ്പെടുത്തിയത് നിങ്ങളുടെ വീട്ടിലെ വെളിച്ചം മാത്രമായിരുന്നില്ല, നിങ്ങളുടെ ജീവിതവും ആത്മാഭിമാനവുമായിരുന്നു. കോടതി നിങ്ങൾക്ക് നിയമപരമായ നീതി നൽകി. പക്ഷേ എന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ തെറ്റുകൾക്ക് കേവലം ഒരു മാപ്പ് പറച്ചിൽ കൊണ്ടും പരിഹാരമാകില്ല എന്നെനിക്കറിയാം. എന്നാൽ വിക്രം മാലിക് അവിടെ വെച്ച് തന്റെ സഹായങ്ങൾ നിർത്തിയില്ല. അദ്ദേഹം തന്റെ സ്വന്തം ഔദ്യോഗിക സ്വാധീനവും നിയമപരമായ അറിവും ഉപയോഗിച്ച് സാവിത്രിയുടെ ഭർത്താവിന്റെ സഹോദരന്മാർ അനധികൃതമായി പിടിച്ചെടുത്ത വീടും അതിനോട് ചേർന്നുള്ള കൃഷിഭൂമിയും തിരികെ ലഭ്യമാക്കാനുള്ള സങ്കീർണ നിയമ നടപടികൾക്ക് ഉടനടി തുടക്കം കുറിച്ചു. പ്രാദേശിക തഹസിൽദാരെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സാവിത്രിക്ക് അർഹതപ്പെട്ട ഭർത്താവിന്റെ സ്വത്തുക്കൾ ദിവസങ്ങൾക്കുള്ളിൽ തിരികെ നൽകാൻ കർഷക റവന്യൂ കോടതിയെക്കൊണ്ട് ഉത്തരവിടിപ്പിച്ചു. അതിലുടരിയായി വൈദ്യുതി വകുപ്പിന്റെ പ്രത്യേക പരീക്ഷണാത്മക സാമ്പത്തിക സഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാവിത്രിയുടെ വീടുകളിലേക്ക് സൗജന്യ സോളാർ വൈദ്യുതി സിസ്റ്റവും ഇൻവേർട്ടറും അദ്ദേഹം നേരിട്ട് മുൻകൈയെടുത്ത് അനുവദിച്ചു നൽകി. ദിവസങ്ങൾക്ക് ശേഷം സൂരജ്ഗഡിലെ ജില്ലാ കളക്ടറുടെ പ്രധാന ഓഫീസിൽ വെച്ച് നടന്ന ഒരു ലളിതമായ ചടങ്ങിൽ വെച്ച് സാവിത്രിക്ക് സർക്കാർ നൽകിയ ആശ്വാസധനത്തിന്റെ ചെക്കും സോളാർ കണക്ഷന്റെ ഔദ്യോഗിക പത്രവും ജില്ലാ കളക്ടർ കൈമാറി. വിക്രമിന്റെ ആത്മാർത്ഥമായ ഈ ഇടപെടലുകളിലൂടെ ഗേഡ്ലി ഗ്രാമവാസികളും തങ്ങൾ ചെയ്ത വലിയ തെറ്റിനെക്കുറിച്ച് തിരിച്ചറിയാൻ തുടങ്ങി. പോലീസിനെ ഗ്രാമത്തിലേക്ക് കുടുക്കിയ വഞ്ചകയല്ല, മറിച്ച് സ്വന്തം അപകടം നോക്കാതെ വൈദ്യുത ഉദ്യോഗസ്ഥരുടെ ജീവൻ രക്ഷിച്ച് ധീരയും നന്മയുള്ള പെൺകുട്ടിയാണ് സാവിത്രിയെന്ന് വിക്രമിന്റെ കോടതിയിലെ തുറന്നുപറച്ചിലിലൂടെ അവർക്ക് തെളിമയോടെ ബോധ്യമായി. തന്റെ ഭർത്താവിന്റെ പകുതി പണിത പഴയ മൺവീട്ടിലേക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങളോടെ സാവിത്രിയും പിതാവും തിരിച്ചെത്തിയപ്പോൾ സന്ധ്യ മയങ്ങി ഗ്രാമത്തിൽ ഇരുട്ടു പടർന്നു തുടങ്ങിയിരുന്നു. സാവിത്രി വീട്ടിന്റെ പുതുതായി സ്ഥാപിച്ച സ്വിച്ച് ബോർഡിലെ ബട്ടൺ പതുക്കെ അമർത്തിയപ്പോൾ മാസങ്ങൾക്ക് ശേഷം ആ വീട്ടിന്റെ ചുമരുകളിൽ തിളക്കമുള്ള സോളാർ വെളിച്ചം നിറഞ്ഞു തുളുമ്പി. അത് വെറും വൈദ്യുതിയുടെ ശാസ്ത്രീയ വെളിച്ചമായിരുന്നില്ല, മറിച്ച് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തിന്റെയും സഹനത്തിന്റെയും നീതിയുടെയും യഥാർത്ഥ പ്രകാശമായിരുന്നു. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന തന്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ആ വെളിച്ചം നോക്കിക്കണ്ട വിക്രം മാലിക് തന്റെ ജീവിതത്തിൽ ആദ്യമായി തികഞ്ഞ ആത്മസംതൃപ്തിയോടെ സമാധാനത്തിന്റെ ഒരു ദീർഘനിശ്വാസമെടുത്തു. വേനലിന്റെ വന്യതയും മൺസൂണിന്റെ നനവും മാറി ഗേഡ്ലി ഗ്രാമത്തിൽ കുളിർക്കാറ്റു വീശുന്ന ശരത്കാലത്തിന്റെ പ്രഭാതങ്ങൾ ആരംഭിച്ചിരുന്നു. ഗ്രാമത്തിലെ വിണ്ടുകീറിയ പാടങ്ങളിൽ വീണ്ടും പച്ചപ്പ് ചിരിച്ചു തുടങ്ങി. സാവിത്രിയുടെ വീടിനു മുന്നിലെ പഴയ വേപ്പുമരം കാറ്റിലാടി തണൽ വിരിച്ചു നിൽക്കുമ്പോൾ ആ ചെറിയ മൺവീട്ടിൽ
മുൻപെങ്ങുമില്ലാത്ത വിധം പ്രകാശവും ശാന്തതയും നിറഞ്ഞു നിന്നിരുന്നു. ജനലഴികളിലൂടെ അകത്തേക്ക് അടിച്ചു കയറുന്ന പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ ആ വീടിന്റെ പുതിയ ഭാവത്തെ എടുത്തു കാണിച്ചു. ചുവരുകളിൽ പരന്ന സോളാർ സിസ്റ്റത്തിന്റെ സ്വിച്ച് ബോർഡും അതിൽ തെളിഞ്ഞു നിൽക്കുന്ന പച്ച വെളിച്ചവും ആ വീട്ടിൽ നിന്ന് ഇരുട്ട് എന്നേക്കുമായി തുടച്ചു നീക്കപ്പെട്ടു എന്നതിന്റെ ഉറച്ച തെളിവായിരുന്നു. ന്യായാധിപന്റെ വിധിക്കും ജില്ലാ കളക്ടറുടെ ഇടപെടലുകൾക്കും ശേഷം ഗേഡിലിയിലെ ജനങ്ങളുടെ ചിന്താഗതികളിൽ വലിയൊരു മാറ്റം സംഭവിച്ചു തുടങ്ങി. സാവിത്രി തങ്ങളെ വഞ്ചിച്ചവളല്ലെന്നും സ്വന്തം ജീവൻ പണയപ്പെടുത്തി നന്മ ചെയ്തവളാണെന്നുള്ള സത്യം ഗ്രാമീണരുടെ അടഞ്ഞ മനസ്സുകളെ തുറപ്പിച്ചു. തങ്ങളൊരു നിരപരാധിയോട് കാണിച്ച ക്രൂരതയെക്കുറിച്ചുള്ള കുറ്റബോധം ഗ്രാമത്തിലെ മുതിർന്നവരുടെ ഉള്ളിൽ കനലായി പുകഞ്ഞു. വിക്രം മാലിക് എന്ന ഉദ്യോഗസ്ഥൻ സ്വന്തം ഔദ്യോഗിക പദവി പോലും വകവയ്ക്കാതെ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി കോടതിയിൽ കയറി സത്യം പറഞ്ഞത് നിയമത്തോടും ഉദ്യോഗസ്ഥരോടുമുള്ള അവരുടെ പരമ്പരാഗതമായ ഭയത്തെയും സംശയത്തെയും മാറ്റിമറിച്ചു. ഒരു പുതിയ പ്രഭാതത്തിൽ ഗ്രാമത്തിലെ മുതിർന്ന കർഷകരും സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം സാവിത്രിയുടെ വീട്ടുപടിയയ്ക്കൽ വന്നു നിന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അവളുടെ നേർക്ക് വെറുപ്പുമാത്രം ചൊരിഞ്ഞ ആ മനുഷ്യരുടെ കണ്ണുകളിൽ ഇന്ന് എളിമയും മാപ്പപേക്ഷയുമായിരുന്നു. "മകളെ സാവിത്രി," ഗ്രാമത്തിലെ പ്രായം ചെന്ന കാരണവർ കൈകൾ കൂപ്പി വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. "ഞങ്ങൾക്ക് വലിയൊരു തെറ്റുപറ്റിപ്പോയി. കോപവും ആപത്തും വന്നപ്പോൾ ഞങ്ങൾ സത്യം കാണാൻ തയ്യാറായില്ല. നിന്നെ കേസിൽ കുടുക്കുകയും ഈ വീട്ടിൽ നിന്നിറക്കിവിടുകയും ചെയ്തപ്പോൾ ഞങ്ങളിൽ ആരും നിനക്കു വേണ്ടി സംസാരിച്ചില്ല. ഞങ്ങളോട് ക്ഷമിക്കണം. ഈ ഗ്രാമത്തിന്റെ മകളായി നീ ഇവിടെ തന്നെ കഴിയണം." സ്ത്രീകൾ അവളുടെ കൈകൾ പിടിച്ചു വിതുമ്പി. ജനക്കൂട്ടത്തിന്റെ ഈ മനോഭാവമാറ്റം കണ്ടപ്പോൾ സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. മനസ്സിൽ പുകഞ്ഞിരുന്ന സങ്കടങ്ങളും പരാതികളും ഒരൊറ്റ നിമിഷം കൊണ്ട് മഞ്ഞുകട്ട പോലെ ഉരുകിപ്പോയി. "നിങ്ങളാരും എന്നോട് മാപ്പ് ചോദിക്കേണ്ടതില്ല," അവൾ ശാന്തമായി പറഞ്ഞു. "സാഹചര്യങ്ങൾ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചതാണ്. എനിക്ക് ആരോടും യാതൊരു വിരോധവുമില്ല." അവളുടെ ആ വിശാല മനസ്സ് ഗ്രാമീണരിൽ അവളോടുള്ള ബഹുമാനം ഇരട്ടിയാക്കി. അതേസമയം സൂരജ്ഗഡ് ജില്ലയിലെ വൈദ്യുതി വകുപ്പിൽ വിക്രം മാലിക്കിന്റെ മുൻകൈയിൽ വലിയൊരു പരിഷ്കരണം നടപ്പിലാക്കാൻ തീരുമാനമായിരുന്നു. കേവലം ബില്ലടയ്ക്കാത്തതിന്റെ പേരിൽ ദരിദ്രരായ കർഷകരുടെയും സാധാരണക്കാരുടെയും വൈദ്യുതി കണക്ഷനുകൾ നിഷ്കരുണം വിച്ഛേദിക്കുന്ന രീതിയോട് വിക്രമിനു പൂർണ്ണമായും എതിർപ്പു തോന്നിയിരുന്നു. ഗേഡ്ലിയിലെ അനുഭവം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ തികച്ചും മാറ്റിമറിച്ചു. ദാരിദ്ര്യം ഒരു കുറ്റമല്ലെന്നും വെളിച്ചവും ഊർജവും മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണെന്നും അദ്ദേഹം വിശ്വസിക്കാൻ തുടങ്ങി. വിക്രം ജില്ലാ ഭരണകൂടത്തിനു മുന്നിൽ സൂരജ് ജ്യോതി എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി സമർപ്പിച്ചു. കാർഷിക മേഖലകളിലെ വരൾച്ച ബാധിതർക്കും ദരിദ്ര കുടുംബങ്ങൾക്കും കുറഞ്ഞ ചിലവിൽ സൗജന്യ സോളാർ പാനലുകൾ സ്ഥാപിച്ചു നൽകുകയും കുടിശ്ശിക തുക ഘടുക്കളായി അടയ്ക്കാനുള്ള ഇളവുകൾ നൽകുകയും ചെയ്യുക എന്നതായിരുന്നു ആ പദ്ധതിയുടെ ലക്ഷ്യം. കളക്ടർ ആ പദ്ധതിക്ക് ഉടനടി അംഗീകാരം നൽകി. പദ്ധതിയുടെ പ്രധാന പൈലറ്റ് ഗ്രാമമായി തിരഞ്ഞെടുത്തത് ഗേഡിലിയെ തന്നെയായിരുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗേഡിലിയിൽ വലിയൊരു പൊതുയോഗം സംഘടിപ്പിച്ചു. വിക്രം മാലിക് വീണ്ടും ആ ഗ്രാമത്തിലേക്ക് കാലുകുത്തുമ്പോൾ മുൻപ് അദ്ദേഹത്തിനു നേരെ ഉയർന്ന കല്ലുകൾക്കും വടികൾക്കും പകരം ആദരവോടുള്ള കയ്യടികളാണ് ഉയർന്നത്. വേദിയിൽ വിക്രം പ്രസംഗിക്കാൻ എഴുന്നേൽക്കപ്പോൾ ആൾക്കൂട്ടം നിശബ്ദമായി. "എന്റെ പ്രിയപ്പെട്ട ഗ്രാമവാസികളെ," വിക്രം മൈക്കിലൂടെ സംസാരിക്കാൻ തുടങ്ങി. "ഒരിക്കലൊരു കറുത്ത ഫയലുമായി നിങ്ങളെ ഇരുട്ടിലാക്കാൻ വന്ന ആളാണ് ഞാൻ. അന്നത്തെ എന്റെ ചിന്തകളിൽ കേവലം നിയമങ്ങളും കണക്കുകളും മാത്രമേയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ഗ്രാമത്തിലെ സാവിത്രി എന്ന പെൺകുട്ടി എനിക്കൊരു വലിയ സത്യം പഠിപ്പിച്ചു. നിയമങ്ങളെക്കാൾ വലുതാണ് മനുഷ്യത്വവും പരസ്പര സഹകരണവും. വെളിച്ചമെന്നത് ഏതെങ്കിലും സർക്കാരിന്റെയോ ഉദ്യോഗസ്ഥന്റെയോ ദാനമല്ല, അത് നിങ്ങളുടെ അവകാശമാണ്." അദ്ദേഹം സാവിത്രിയെ വേദിയിലേക്ക് ക്ഷണിച്ചു. നാണവും സംശയവും കൂടി വേദിയിലെത്തിയ സാവിത്രിയെ ഗ്രാമവാസികൾ കയ്യടികളോടെ സ്വീകരിച്ചു. പദ്ധതി പ്രകാരം ഗ്രാമത്തിലെ ആദ്യത്തെ സോളാർ ഹബ്ബിന്റെ ഉദ്ഘാടനം സാവിത്രിയുടെ കൈകൾ കൊണ്ടാണ് നിർവഹിച്ചത്. തങ്ങളെ ഒരു കാലത്ത് ഇരുട്ടിലാക്കിയ അതേ വകുപ്പ് ഇന്ന് സ്വന്തം ഗ്രാമത്തിന് പുത്തൻ വെളിച്ചം പകർന്നു നൽകുന്നത് ഗ്രാമവാസികൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ചടങ്ങിനു ശേഷം ഗ്രാമത്തിലെ വലിയ വേപ്പുമരത്തണലിൽ വിക്രമും സാവിത്രിയും സംസാരിച്ചു നിന്നു. സാവിത്രിയുടെ മുഖത്ത് ഇപ്പോൾ ഭയത്തിന്റെയോ അനിശ്ചിതത്വത്തിന്റെയോ നിഴലുകളില്ലായിരുന്നു. അവൾ തന്റെ പിതാവിനോടൊപ്പം സ്വതന്ത്രമായി ജീവിക്കാൻ തുടങ്ങിയിരുന്നു.
സ്വയം സഹായ സംഘങ്ങൾ വഴി ഗ്രാമത്തിലെ സ്ത്രീകൾക്കായി ചെറിയ തയ്യൽ കേന്ദ്രം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൾ. സാവിത്രി വിക്രമിനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു, "എന്റെ വീടിന്റെ കണക്ഷൻ മുറിച്ച അന്ന് ഞാൻ കരുതുന്നത് എന്റെ ജീവിതം അവിടെ അവസാനിച്ചു എന്നാണ്. എന്നാൽ ആ ഇരുട്ടാണ് എന്നെ കൂടുതൽ ശക്തയാക്കിയത്. ഇത്രയും വലിയ മാറ്റങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ കൊണ്ടുവരാൻ സാബിന് കഴിഞ്ഞല്ലോ." വിക്രം തലയാടി. "ഇല്ല സാവിത്രി, മാറ്റം കൊണ്ടുവന്നത് ഞാനല്ല, നിങ്ങളുടെ ഉള്ളിലെ നന്മയാണ്. നിങ്ങൾ അന്ന് ആ രാത്രി വാതിൽ തുറന്നു തന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ എനിക്ക് തന്നത് രണ്ടാം ജീവിതമാണ്. അതിനു പകരമായി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു കാര്യമാണിത്." സൂര്യൻ പടിഞ്ഞാറോട്ട് ചായുമ്പോൾ ഗേഡിലിയിലെ വീടുകളിലെല്ലാം സോളാർ വിളക്കുകൾ ഒന്നൊന്നായി തെളിഞ്ഞു തുടങ്ങി. തെരുവുകളിൽ കുട്ടികളുടെ സന്തോഷകരമായ കളികളും ചിരികളും മുഴങ്ങി. ഒരു കാലത്ത് ഭയവും വെറുപ്പും മൂടി നിന്നിരുന്ന ആ ഗ്രാമം ഇന്നൊരു പുതിയ പ്രതീക്ഷയുടെയും സ്വയം പര്യാപ്തതയുടെയും പാതയിലായിരുന്നു. സാവിത്രി തന്റെ വീട്ടിന്റെ പടിപ്പുരയിൽ നിന്ന് ആ കാഴ്ചകൾ നോക്കിക്കണ്ടു. അവളുടെ ഉള്ളിലെ ഇരുട്ടും പൂർണ്ണമായി മാഞ്ഞുപോയിരുന്നു. കാറ്റിൽ പറന്നുകളിക്കുന്ന അവളുടെ വസ്ത്രത്തുമ്പകൾക്കൊപ്പം ഒരു ഗ്രാമത്തിന്റെ അതിജീവനത്തിന്റെ കഥയും ആ രാവിൽ പ്രകാശപൂരിതമായി എഴുതപ്പെടുകയായിരുന്നു.